കായം ഉണ്ടാക്കുന്ന മരമാണ്. ഇതിന്റെ എങ്ങനെ കായം ഉണ്ടാക്കും? വെട്ടിയെടുത്തിട്ടാണ് അതിന്റെ കായം ഉണ്ടാകും. ഇത് വലുതാണെന്നാണോ സാർ? ഇത് വലിയ മരമാണ്. എത്ര ഇതിന്റെ പ്രൈസ്? ഇതിന് 200 രൂപ അല്ലേ? ഇതാണ് പാരിജാതം. എത്ര രൂപ വില? ഇതിന് 250. ഇത് മണമുള്ളതെന്നല്ലേ? ഭയങ്കര മണമുള്ള പൂ ഉണങ്ങുമ്പോൾ ഒരെണ്ണം നമ്മുടെ വീട്ടിൽ വെച്ചിരുന്നാൽ മതി, വീട് മുഴുവൻ മണം. എന്തോ സാറേ? അത് ഒലീവ്. എന്തിനുപയോഗിക്കുന്നത്? ഒലീവ് കായ ഉണ്ടാകുന്നത് കഴിക്കാൻ കൊള്ളാവുന്നതാണ്. ഒലീവ് ഓയിലുണ്ടാക്കും. ഒലീവിൻ്റെ കായാണ് ഇത്. അതിൻ്റെ ഒലീവ് കായ ഉപ്പിലിട്ടതാണ് ആൾക്കാർ കൂടുതൽ കഴിക്കുന്നത്. ഇതിന് എത്ര രൂപയാ? അതിന് 200. നെട്ടെന്ന് പറയുന്ന നമ്മൾ മറ്റേ പൊട്ടിച്ച് അതിനകത്ത് ഇത് കഴിക്കുന്ന നമ്മുടെ പിസ്ത പോലൊക്കെ ഉള്ള ഒരു സാധനം. ഇതിന് എത്ര രൂപ? അതിന് 250. ചെസ്റ്റിന് അകത്ത് ചീര ചെറുതിൻ്റെ കായ്ക്ക് എത്ര അതിന് വില വരുന്നത്? അതിന് 50 രൂപ. കിളിഞ്ഞാവലില്ലേ? ഇതിന് എത്ര രൂപ വരെ വരുന്നുണ്ട്? അതിന് 100 രൂപ 150 രൂപ. എന്തിനോ എന്തോ ഞാവൽ പഴം എത്ര നാളുകൊണ്ട് കഴിക്കുന്നത്? അതൊക്കെ പെട്ടെന്ന് കഴിക്കും. കിളിഞ്ഞാവൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കുഞ്ഞു വരെ കിളിക്ക് തിന്നാൻ വേണ്ടി. റംബുട്ടാൻ N18. എത്ര നാൾ കൊണ്ട് കഴിക്കുന്ന? ഇതെല്ലാം 2 വർഷം കൊണ്ട് കഴിക്കും. 2 വർഷം കൊണ്ട് കഴിക്കും. ഇതിന്റെ പ്രത്യേകത N18 ആണ് കൊമേഴ്സ്യൽ വെറൈറ്റി. അതിന് കൂടുതൽ അതിനകത്ത് ഫ്ലഷ് ആ കുരുവേന്ന് പെട്ടെന്ന് ഇളകി വരും. നല്ല സ്വീറ്റാണ്. ഇതിന് എത്ര രൂപ വിലയുണ്ട് സാറേ? അതിന് 450 രൂപ. 450. ഇതേതാ? പാഷൻ ഫ്രൂട്ട്. ഏത് കളറാണ് ഇത്? പാഷൻ ഫ്രൂട്ട് വയലറ്റ് കളർ. ഇത് എത്ര രൂപയ്ക്കാണ് കൊടുക്കാൻ പറ്റും നമുക്ക്? 70 രൂപ കൊടുക്കാം. ഇതിന്റെ പേരെന്തോ? വർഗത്തിൽപ്പെട്ട സാധനമാണ്. ഇതിന് എത്ര രൂപ? അതിന് 150. ഇതിനോ? ഇതിന്റെ പേരെന്തോ സാറേ? ഇലമുളച്ചി. ഇലയെന്നാണ് മുളച്ച് വരുന്നത്. ഇതിന് എത്ര രൂപ വില വരുന്നുണ്ട്? ഇതിന് 100 രൂപയ്ക്കാണ്. സാറേ ഇതെന്തോ സംഭവം? ഇതെന്തുവാ? അത് സാൻസിവേര എന്ന് പറയുന്നു. ഇതിന് എത്ര രൂപയുണ്ട്? അതിനെല്ലാം 200, 250. ഇതിന്റെ പേരെന്താ? എത്ര രൂപയുണ്ട് വില?